മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞു. അതിലെ ഒന്നാമത്തെ ഭാഗമായ പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി, അതിനെക്കുറിച്ചാണ്. പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇത് നിങ്ങൾ ആ തുടർമാനമായിട്ട് ആ എപ്പിസോഡ് കാണണം. നല്ല സീക്വൻസായിട്ട് അത് കണ്ടെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് എല്ലാ സംശയവും ദൂരീകരിക്കത്തക്ക രീതിയിലാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പാപത്തിൻ്റെ പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ പത്രോസിനെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസ് അവനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. നമുക്കറിയാം, 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അന്നേരം ദൈവത്തിന് അതറിയാം തള്ളി പറയുമെന്ന്. അതിനു മുമ്പ് യേശുക്രിസ്തു തന്നെ പ്രൊഫസി പോലെ അവനോട് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന്. ദൈവത്തിന് സകലതും അറിയാം. ദൈവത്തിനറിയാം നിങ്ങളുടെയും എൻ്റെയും പാപങ്ങളെക്കുറിച്ചും അറിയാം. എന്നാൽ ആ പാപത്തെ എല്ലാം ദൈവം കാൽവറിയിൽ ഇല്ലാതെയാക്കി കളഞ്ഞു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അനുഭവിച്ച നരകയാതന എന്ന് പറയാം. നരകത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നതിന് യേശു ആ നരകയാതന മുഴുവൻ കാൽവറിയിൽ ഏറ്റെടുത്തു. അതൊരു വലിയ സെപ്പറേഷനായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം തൊട്ട് ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം യേശു പറയുന്ന കാര്യം നമുക്ക് അറിയാം. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ആരാണ് ധനവാൻ? മേലോട്ട് നോക്കി അബ്രഹാമിൻ്റെ മടിയിലുള്ള ലാസറിനെ കണ്ടു. അതിന് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളം മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാനായിട്ട് അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഇതുപോലെ ഈ നരകത്തിൻ്റെ ദാഹം യേശു അനുഭവിച്ചാണ്. ക്രൂശിൽ കിടന്ന് പറഞ്ഞാണ്, എനിക്ക് ദാഹിക്കുന്നു. നരകത്തിൻ്റെ ദാഹം യേശു ഏറ്റെടുത്തതാണ്. അതുപോലെ യേശു പറഞ്ഞതാണ് ആ വലിയ സെപ്പറേഷനായിട്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് യേശു പറയുന്നു. ആ നരകത്തിൻ്റെ അതേ സിറ്റുവേഷൻ ധനവാൻ ആഗ്രഹിച്ചതാണ്, വെള്ളം വേണം, എനിക്ക് ഇച്ചിരി ചുണ്ടിലൊന്ന് നനച്ചെങ്കിലും തരണം. അവിടെയാണ് യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞ്. നരകത്തിൽ കൂരിട്ടുണ്ട്. ക്രൂശിൽ കിടന്നപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, 12 മണി തൊട്ട് കൂരിട്ടുണ്ടായി, ഇരുട്ടുണ്ടായി എന്ന് പറയുന്നു. പാതാളത്തിലുള്ള വേദനകൾ കർത്താവ് അനുഭവിച്ചു. 116-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ പാതാള വേദനകൾ എന്നെ ചുറ്റി എന്ന് പറയുന്നു. എന്നിട്ട് ഈ നരകത്തിലുള്ള സകല വേദനകളും കർത്താവ് ക്രൂശിൽ അനുഭവിച്ചിട്ട് യേശു പറയുകയാണ്, എല്ലാം നിവൃത്തിയായി, ടറ്റലസ്റ്റായി, എല്ലാം ഞാൻ കൊടുത്തു തീർത്തു, അതിനു വേണ്ടിയുള്ളതെല്ലാം ശിക്ഷ അനുഭവിച്ചു. റോമൻ ഗവൺമെൻറ്റിൻ്റെ കയ്യെഴുത്ത് ടറ്റ്ലസ്റ്റായി, ഇറ്റ് ഈസ് പെയ്ഡ്, എല്ലാം ഞാൻ കൊടുത്തു എന്നുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ റോമൻ ഗവൺമെൻറ് ഒരു കയ്യെഴുത്ത് കൊടുക്കും, ഒരു ലെറ്റർ കൊടുക്കും, ഒരു വിടുതൽ ലെറ്റർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് ഒരു വിടുതൽ ലെറ്റർ വാങ്ങിച്ചു. നരകം മുഴുവൻ കർത്താവ് അനുഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള അനുഭവമായിരുന്നു ക്രൂശിൽ നടന്നത്. അതുകൊണ്ട് ഈ പാപി എന്നുള്ള ശിക്ഷ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട പാപി എന്നുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു. അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അന്നേരം നമ്മൾ പറയും, അയ്യോ ഞാൻ പണ്ടൊരു പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ദൈവം ക്ഷമിക്കുമോ? അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഭയങ്കര ഒരു വലിയ കൊടും പാപമാണ് ചെയ്തത്, അത് ദൈവം ക്ഷമിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് വരും. അത് പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും കൊണ്ടുവരുന്ന ഗിൽറ്റ് ഫീലിങ്സാണ്, കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ബൈബിളിൽ നിന്ന് 2-3 വാക്യങ്ങൾ വായിച്ചു. യെശയ്യാപ്രവചനം 43:25 എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. ദൈവം നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണെന്നുള്ളതിന് തെളിവാണ്. എൻ്റെ നിമിത്തം ദൈവം ദൈവത്തോട് തന്നെ പ്രോമിസ് ചെയ്യാണ്. എൻ്റെ നിമിത്തം ഞാൻ തന്നെ, ഈവൻ യഹോവയായ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം, ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു,
നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. വിൽ നോട്ട് റിമെമ്പർ ദൈ സിൻ. നിൻ്റെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിന്നെ പാപങ്ങളെ ഓർക്കുമോ? പാപിയായിട്ട് കർത്താവിൽ വരുന്നതിന് മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളെയും കർത്താവ് ഏറ്റെടുത്തു കാൽവറി ക്രൂശിൽ. ഇനി അത് ദൈവം ഒരിക്കലും ഓർക്കുകയില്ല. യെരമ്യാവ് 50:20 ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാപങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. യെരമ്യാവ് 50:20 ഞാൻ ശേഷിപ്പിച്ച് വെക്കുന്നവരുടെ ക്ഷമിക്കയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അതില്ലാതെയിരിക്കും. യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പാപങ്ങളെ കാണുകയില്ല, പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. പാപങ്ങളെ ഓർക്കയില്ല, പാപങ്ങളെ കാണുകയില്ല. യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഇനി പാപങ്ങളെ അവൻ ഓർക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, എപ്പോഴും ചോദിക്കാനുള്ളത്, ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, എല്ലാ പാപങ്ങളും അങ്ങ് കർത്താവ് ക്ഷമിച്ചല്ലോ, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം അങ്ങ് മായ്ച്ചു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കും. അവിടെയാണ് രണ്ടാമത്തെ ശിക്ഷാവധി വരുന്നത്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മായ്ച്ചു കളഞ്ഞോ എന്നുള്ള, നമുക്ക് പാസ്റ്റ് എല്ലാം മായ്ച്ചു കളഞ്ഞു എന്ന് നമുക്ക് ഉറപ്പായി. കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള ശിക്ഷ. അന്നേരം ഇന്ന് നിങ്ങൾ സഹോദര ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ ബ്രദറെ, ഇങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ, എനിക്കിപ്പോഴും ഇങ്ങനെ പാപത്തിൽ അങ്ങ് ജീവിച്ചിട്ട് ഇതെല്ലാം അങ്ങ് മായ്ച്ചു കളയുമല്ലോ ദൈവം, പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കർത്താവിനെ അങ്ങ് വിളിച്ചാൽ പോരെയോ? സഹോദര, എനിക്ക് പറയാനുള്ളത്, നാളെ അല്ലെങ്കിൽ അടുത്ത മൊമെൻ്റ് ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് വീണ് ചാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നീടാണ് എനിക്ക് കുറച്ച് നാളും കൂടി ഇങ്ങനെ ഈ ലോകവുമായിട്ട് ഇങ്ങനെ കളിച്ച് രസിച്ച് പോയി പിന്നീട് കർത്താവിനെ അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എന്നോട് ചേർന്ന്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകവുമായിട്ട് കളിച്ച് രസിക്കുന്നതിലും അനുഭവവേദ്യമായ ആസ്വാദ്യകരമായൊരു ജീവിതമാണ് അതിനുശേഷമുള്ളത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. പേടിച്ച് ജീവിക്കുന്നതല്ല, മകനെന്നോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ആ അനുഭവം എന്ന് പറയുന്നത് വലിയ അനുഭവമാണ്. നേരത്തെ ലോകത്തിൽ കളിച്ച് നടന്ന് ജീവിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള വലിയ അനുഭവങ്ങളാണ് കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കുമ്പോഴുള്ള അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് അറിയാത്തത്. അതുകൊണ്ട് ഇന്ന് തന്നെ കർത്താവിൻ്റെ മകനായി തീരാനായിട്ടുള്ളൊരു തീരുമാനം എടുത്താൽ ജീവിതം കുറച്ചുകൂടെ പ്രസാദമുള്ളതും ആസ്വദിക്കുന്നതുമായിട്ടൊരു ജീവിതമായി മാറും എന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് കർത്താവിൻ അറിഞ്ഞവരെ അവരുടെ പാപങ്ങളെല്ലാം പാസ്റ്റ് സെൻസ് എല്ലാം മായ്ച്ചു കളഞ്ഞു. കർത്താവ് കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തെല്ലാം മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ സിൻസ് എല്ലാം കർത്താവ് ക്ഷമിച്ച് കളയും എന്നുള്ളത് ശരി തന്നെയാണ്, ഇല്ല എന്ന് അത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സൺ എന്നുള്ളൊരു പ്രസക്തിയായിട്ടുള്ളൊരു കാര്യം വരികയാണ്. അതായത് മകനാവുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ പാപം നമ്മളെ കണക്കിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായവും 6-ാം അധ്യായത്തിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. 5:20 പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃപ വർദ്ധിച്ചതുകൊണ്ട് പാപം കണക്കിടാതെ പോയി എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആകയാൽ നാം എന്ത് പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി നമ്മൾ മരിച്ചപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിച്ചത്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം, ബോൺ അഗെയിൻ എന്ന് പറയുന്ന വിശ്വാസ ജീവിതം. എങ്ങനെയാണ് വീണ്ടും ജന്മം പ്രാപിക്കേണ്ടതെന്ന് ഉള്ള എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൽ ജനിക്കുക എന്നുള്ളൊരു എപ്പിസോഡ് നിങ്ങൾ തുടക്കത്തിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പ്രത്യേകിച്ച് പോയി നോട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. അതിന് അതിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പാപത്തെ ഉപേക്ഷിക്കാതെ കർത്താവിൻ്റെ അരികിൽ വരാനായിട്ടും പറ്റുകയില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുകയില്ല.
അന്നേരം അതുകൊണ്ട് വിശ്വാസം നമ്മളിൽ വന്നു എങ്കിൽ പാപസംബന്ധമായി നാം മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അത് 6-ാം അധ്യായത്തിലെ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അത് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വിശ്വാസ ജീവിതത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ യോഹന്നാൻ്റെ എപ്പിസലിൽ നിന്നും യോഹന്നാൻ്റെ എപ്പിസൽ എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ 7 ടെസ്റ്റുകൾ നമ്മൾ എടുക്കുകയാണ്. എങ്ങനെ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതാണോ, അല്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിച്ചതാണോ, നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നതാണോ എന്നുള്ള 7 ടെസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിന് 31 എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു. അന്നേരം സുവിശേഷം എഴുതി എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കുക, ജീവൻ ഉണ്ടാകുക, അതിനാണ് സുവിശേഷം എഴുതിയത്. 1 യോഹന്നാൻ 5:13 ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതിന് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതിനാണ്, എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് 1 യോഹന്നാൻ 5:13 പറയുന്നത്. യോഹന്നാൻ്റെ എപ്പിസൽ എഴുതിയിരിക്കുന്നത്, ഗോസ്പലല്ല എപ്പിസൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 1 ജോണിൽ നിന്നും ഉള്ള 7 ടെസ്റ്റുകൾ നമുക്ക് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള തെളിവ് നമുക്കെടുക്കാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അത് ഈ 7 ടെസ്റ്റുകൾ നമുക്ക് നാളെ ചിന്തിക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിച്ചത് പാപം എങ്ങനെയാണ് കർത്താവ് നമ്മുടെ പാസ്റ്റ് സിൻസ്, കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം വരുത്തിയെന്നുള്ളത് ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രൂശിൽ കിടന്നപ്പോഴേ നരകത്തിൻ്റെ അവസ്ഥയിൽ കൂടി യേശു കടന്നുപോയി ആ ശിക്ഷ നമുക്ക് വേണ്ടി അനുഭവിച്ചു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, കർത്താവിൻ്റെ പ്രോമിസ് നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല എന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഇനി പാപങ്ങളെ ഒരിക്കലും ഓർക്കുകയില്ല, നമ്മളെ നീതീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിനി പാപത്തിൽ ജീവിക്കാമോ എന്നുള്ളതിന് ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻ്റ് ആസ് സൺ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നു. അത് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു നാളും നമ്മൾ പാപം ചെയ്യരുത് എന്നുള്ള ചിന്ത ആണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് പാപത്തിൽ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചത് വിശ്വസിക്കുകയും ജീവൻ ഉണ്ടാകുവാനും യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയെങ്കിൽ 1 യോഹന്നാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ അതിലുള്ള പറയുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് അറിയാനുള്ള 7 ടെസ്റ്റുകൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇത് തുടർന്ന് നമ്മൾ വാച്ച് ചെയ്യണം. ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. പാപികൾക്കുള്ള ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തെ അറിയാത്തവരുള്ള ന്യായവിധിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. നമുക്ക് ബീമ കോർട്ടിൽ നമുക്ക് പ്രതിഫലം തരുമ്പോഴുള്ള അതിനെക്കുറിച്ചുള്ള കണ്ടീഷൻസാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തുടർമാനമായി കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുരുക്കമായി ചില ചിന്തകൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. ഇത് കർത്താവെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളെ പാപത്തിന് വേണ്ടി നീ യാഗമായി തീർന്ന ദൈവമാണ്. യേശു ഈ ലോകത്തിൽ ഞങ്ങളുടെ പാപം ഏറ്റെടുത്ത കാൽവറി ക്രൂശിൽ യാഗമായി ഞങ്ങൾക്ക് പകരം നീ മരിച്ചു. കർത്താവെ, ഞങ്ങളുടെ പഴയ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഇപ്പോഴേ ചെയ്യുന്ന പാപങ്ങൾ അതിനും കർത്താവ് മരിച്ചതാണ്. ഫ്യൂച്ചർ പാപങ്ങൾക്കും കർത്താവ് മരിച്ചതാണ്. എന്നാൽ പാപം പരിഹരിച്ച് കൃപ വന്നതിനാൽ പാപത്തിൽ ജീവിക്കുമെന്നല്ല, ഒരിക്കലുമല്ല, പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. അല്ലെങ്കിൽ നീ ഞങ്ങളെ ന്യായം വിധിക്കും, ഞങ്ങളുടെ റിവാർഡ്സ് കുറഞ്ഞു പോകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പാനായിട്ടുള്ള കൃപ തരണമേ. പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ വേർപാടിൻ്റെ ദുഃഖത്തിൽ ചില ഭവനങ്ങളിലിരിക്കുന്നു. അവരെ ഇത് ശ്രദ്ധിക്കുന്നു. കർത്താവിൻ്റെ ആശ്വാസം, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ആശ്വാസ ഹൃദയങ്ങളിലെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ധൈര്യവും കൃപകളും ഈ ദിവസങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഏതൊക്കെയോ കാര്യങ്ങളെ വിട്ടുപോയിരുന്നൊക്കെ ഈ ദിവസങ്ങളിൽ പൂരിപ്പിക്കുന്ന ദിവസങ്ങളായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില ആളുകൾ ചില പ്രോപ്പർട്ടീസ് വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവം അറിയാത്ത വഴിയിൽ നിന്ന് ബയേഴ്സിനെ കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ സമയങ്ങളിൽ നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? വലിയൊരു റിലീസ് നിങ്ങൾക്ക് തരും. അത് തോട്ടമായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കാം. ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരുന്നു. അത് ആളുകളെ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ആ പൈസ വന്നു ചേരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ ദൈവം വലിയൊരു വിടുതൽ തരും. സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കുന്ന ചില വ്യക്തികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സകലതും കരുതിക്കൊള്ളുവാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഫ്രീഡം ഇല്ലെങ്കിൽ, ദൈവത്തിന് അവകാശമില്ലാതെ പിശാചിന് അവകാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തിലെ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ക്ലീനായിട്ട് ദൈവകരങ്ങൾക്ക് സമർപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ദൈവം വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേർന്നു. ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വലിയ റിലീസ് അവിടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് നടത്തി കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.